വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലും അതുപോലെ തന്നെ ബ്രീഡിങ്ങിന് ശേഷവും ഒട്ടുമിക്ക ക്രാബിഷുകളും തൊലി കളയാറുണ്ട്. അങ്ങനെ തൊലി കളയുന്നതിൻ്റെ ഇടയിൽ അതിനകത്ത് കുരുങ്ങിയിട്ട് ചത്തുപോയിട്ടുള്ള ഒരു ക്രാബിഷിനെയാണ് നിങ്ങൾ കാണുന്നത്. ഇത് നമ്മുടെ റെഡ് ഗോസ്റ്റിൻ്റെ ഒരു ഫീമെയിലാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം സ്വന്തമായിട്ട് നീന്തി തുടങ്ങിയത്. അപ്പോൾ അതിന് ശേഷം അത് തൊലി കളഞ്ഞപ്പോൾ അതിനകത്ത് കുരുങ്ങിയതാണ്. ഇന്നലെ ഞാൻ ടാങ്കിൽ കണ്ടപ്പോൾ അത്ര ആക്റ്റീവ് അല്ലാത്ത പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബേസിനിൽ കൊണ്ടുവന്നിട്ടു. ഈ ഒരു ബേസിനകത്ത് നിന്ന് അത് തൊലി മാറുന്നതിനിടയിലാണ് അതിനകത്ത് കുരുങ്ങിയിട്ട് ചത്തുപോയിട്ടുള്ളത്. സാധാരണയായിട്ട് ഒട്ടുമിക്ക ഫാമുകളിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്, തൊലി കുരുങ്ങിയിട്ട് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തിട്ടൊക്കെ ചാവാറുണ്ട്. ഇപ്പം ഇന്ന് തന്നെ വേറെ എണ്ണം കൂടെ ചത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇന്ന് രാവിലെ ഓറഞ്ച് ക്രാബിഷിൻ്റെ ടാങ്കിൽ നോക്കിയപ്പോഴാണ് ഇത് ചത്ത് കിടക്കുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ തന്നെ എടുത്ത് പുറത്തിട്ടു. പിന്നെ ഉറുമ്പുകൾ അതിനെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരുപാട് ക്രാബിഷുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ദിവസം തന്നെ 3-4 ക്രാബിഷൊക്കെ ചാവും. ചിലപ്പോൾ അതിലധികം ക്രാബിഷുകൾ ചാവും. തുടക്കക്കാരായിട്ടുള്ള ആളുകൾ 1-2 ജോഡി എടുക്കുമ്പോൾ അത് ചത്തുപോയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും. കാരണം അവരുടെ കയ്യിൽ അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല അവർ ഒരുപാട് പ്രതീക്ഷയിലായിരിക്കും അതിനെ വാങ്ങിച്ചിട്ടുണ്ടാവുക.